അതിജീവിത എന്ന വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ്. അതിജീവിത എന്ന വാക്കിന് ഒരു വിലയും മാന്യതയുമുണ്ട്. അതിജീവിത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച് അതിനെ അതിജീവിക്കുന്ന വ്യക്തിയാണ്. ഉദാഹരണം, ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ നമ്മുടെ അഭിമാനമായ മാറിയ നടി അതിജീവിതയാണ്. കാര്യം അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ട്, കോടതി വിധിയുമുണ്ട്. അവരൊരു സർവൈവറാണ്, അതിജീവിതയാണ്, ഇരയാണ്. എന്നാൽ ഈ പെൺകുട്ടി കോടതി വിധി പ്രകാരം അതിജീവിതയല്ല. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കോടതി വിധി പ്രകാരം ഈ പെൺകുട്ടി അതിജീവിതയല്ല. രണ്ട്, ഈ പെൺകുട്ടിയെ ഒരു കാരണവശാലും അധിക്ഷേപിച്ചല്ല, ഫാക്ട്സ് മാത്രം. ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതിനെ വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇനിയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ ജാള്യത മറയ്ക്കാനാണ്. കൗതുകം എന്ന് പറയട്ടെ, എനിക്ക് എന്താ പറയണേ, ഞാൻ പറയുന്ന സത്യങ്ങൾക്ക് എനിക്ക് ഒരു അഭിമാനവും അല്ലെങ്കിൽ നന്ദിയും തോന്നിയത് ആ ചെറുപ്പക്കാരൻ വൈകിട്ട് അതിജീവിതക്കെതിരെ അല്ലെങ്കിൽ അതിജീവിത എന്ന് പറഞ്ഞുകൂടാ, പരാതിക്കാരിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും, ഓർക്കുക, പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിച്ചു. കൃത്യമായ വരി ഞാൻ വായിക്കാം. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ്റെ പേര് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ പേര് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് എനിക്കെതിരെ അടുത്ത കള്ളക്കേസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. ആ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ പേരോ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്തിയിട്ടില്ല. ആ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ എന്നെ അനുകൂലിച്ച്, രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർത്തും വീഡിയോ ചെയ്യുകയും രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ആ പരാതിക്കാരിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ, ആ വിമർശനം എനിക്ക് പറയാൻ പോലും പറ്റില്ല, കുറച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വസ്തുത ബഹുമാനപ്പെട്ട പോലീസുകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതോടൊപ്പം പ്രസ് മീറ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ കംപ്ലൈൻറ്റും മറ്റും കോപ്പിയുണ്ട്. ദൈവത്തെ ഓർത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച വിധിയാണ്. ഇതിൻ്റെ 14-ാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, അലിഗേഷൻ ഓഫ് റേപ്പ് ഇനീഷ്യലി വിത്ത് ദി കൺസെൻറ്റ് ആൻഡ് ദെയർ ആഫ്റ്റർ എഗെയിൻസ്റ്റ് ഹെർ വിൽ വിത്തൗട്ട് ഹെർ കൺസെൻറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനി മെറ്റീരിയൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതായത് അതിജീവിത പറഞ്ഞ റേപ്പെന്ന പീഡനമെന്ന പരാതി നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുന്നത്? എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കുമ്പോൾ അതിജീവിത എന്നാണല്ലോ കൊടുക്കുന്നത്. ശരിക്കും പരാതിക്കാരിയല്ലേ? ഇത് രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകളല്ല, ബഹുമാനപ്പെട്ട കോടതി. ആ കോടതിയുടെ ഫ്രണ്ട് പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കോടതി വിധിയുടെ ഫ്രണ്ട് പേജ്. കോടതി വിധിയുടെ 14-ാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, പീഡനാരോപണം നിലനിൽക്കില്ലെന്ന്. പിന്നെ ആ സ്ത്രീ എങ്ങനെ അതിജീവിതയാകും? പിന്നെ എങ്ങനെ ഞാൻ അവരെ അധിക്ഷേപിച്ചതാകും? ഇന്നലത്തെ വീഡിയോ ദയവായി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി രണ്ട്, കഴിഞ്ഞ തവണ പോലീസിലെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കള്ളം പറഞ്ഞതുപോലെ ഞാൻ ഈ എല്ലാം എൻ്റെ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ട്. അത് അതേപോലെ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. അതിജീവിത എന്ന വാക്ക് ഒരു പരിശുദ്ധമായ വാക്കാണ്. അതിജീവിത എന്ന വാക്കിന് ഒരു വിലയും മാന്യതയുമുണ്ട്. അതിജീവിത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വേദന അനുഭവിച്ച് അതിനെ അതിജീവിക്കുന്ന വ്യക്തിയാണ്. ഉദാഹരണം, ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ നമ്മുടെ അഭിമാനമായ മാറിയ നടി അതിജീവിതയാണ്. കാര്യം അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ട്, കോടതി വിധിയുമുണ്ട്. അവരൊരു സർവൈവറാണ്, അതിജീവിതയാണ്, ഇരയാണ്. എന്നാൽ ഈ പെൺകുട്ടി കോടതി വിധി പ്രകാരം അതിജീവിതയല്ല. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കോടതി വിധി പ്രകാരം ഈ പെൺകുട്ടി അതിജീവിതയല്ല. രണ്ട്, ഈ പെൺകുട്ടിയെ ഒരു കാരണവശാലും അധിക്ഷേപിച്ചല്ല, ഫാക്ട്സ് മാത്രം. ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതിനെ വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇനിയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാനാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. കാര്യം വേണ്ട രീതിയിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭരണാധികാരികളോ ഞങ്ങൾ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ബയസ്ഡാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, അവളോടൊപ്പമല്ല സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്, അവനോടൊപ്പവുമല്ല സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. എത്ര കള്ളപ്പരാതികളാണ് വരുന്നത്. ഞാൻ പ്രസ് മീറ്റിൽ പറയുന്ന 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട്, പ്രത്യേകിച്ച് ജയിലിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ അഡ്വക്കേറ്റിനോട് രാവിലെ എന്ന് ചോദിച്ചത് പറയാം. എത്ര പേർ കള്ളപ്പരാതികളിൽ 20 വർഷമൊക്കെ കിട്ടിക്കിടക്കുകയാണ്. അത് നാളെ നമ്മുടെ സഹോദരനായിക്കൂടെ, നിങ്ങളുടെ മകനായിക്കൂടെ, നിങ്ങളുടെ ഭർത്താവായിക്കൂടെ? അതുകൊണ്ട് കൃത്യമായി പോലീസിന്
പോലീസ് ഇന്നലെ മെയിൽ ചെയ്ത കംപ്ലൈൻറ്റ് ഞാൻ എടുത്ത് ഫിസിക്കൽ രൂപത്തിൽ കൊടുക്കുകയാണ്. ഞാൻ നടത്താൻ പോകുന്ന പ്രസ് മീറ്റിൻ്റെ കൃത്യമായ രേഖകളും പോലീസിന് കൊടുക്കുകയാണ്. ഇനിയും ഇൻ കോട്ട്സ് ആണ്, അതിജീവിതക്കെതിരെ പ്രസ് മീറ്റ് വിളിച്ചു എന്നൊന്നും പറയരുത്. അതായത് ഇവർ പരാതിക്കാരിയാണ്. ഈ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി നൽകിയതിന് ബഹുമാനപ്പെട്ട സൈബർ പോലീസിനും പൂങ്കുഴലി മാഡത്തിനും പരാതിയുമായി IPC 211 BNS 248 ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്.